സൗന്ദര്യ ശാപമായല്ലോ ഈശ്വര. എന്നെക്കാളും മൂത്തവര് വരെ വന്നിട്ട് മഞ്ജുമാന്ന് വിളിക്കുന്നു. ഞാൻ കൊച്ചു മോളെ ഞാൻ ഇന്നതാക്കണം എന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അവള് പറയും, അമ്മ എനിക്ക് അതാവണ്ടമ്മ. എന്നെ സിനിമയിലേക്ക് രണ്ടാമത് വരുത്തിച്ചത് അവളാണ്. അമ്മ എന്തിനാ വീട്ടിൽ കുത്തിരിക്കുന്ന, ഡു യുവർ ജോബ്, ഗോ. എനിക്ക് അമ്മ വേഷങ്ങൾ ബോറടിക്കില്ല ഒരിക്കലും. അമ്മ വേഷം, എൻ്റെ മകൾ എനിക്ക് സിനിമ തന്ന സൗഭാഗ്യമാണ്. അവള് ചോദിക്കുന്നത് കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ എന്ത് സേഫ്റ്റിയാണുള്ളത്? ഐ മീൻ പെണ്ണുങ്ങൾക്ക്. എൻ്റെ മോള് വീട്ടിൽ കേരളത്തിലുള്ളപ്പോൾ ഞാൻ ഷൂട്ടിലാണെങ്കിൽ എനിക്ക് ടെൻഷൻ കൂടും. ദിലിപേട്ടാ, പാവം ദിലിപേട്ട, ഈ കൊച്ചിൻ്റെ ആഗ്രഹം ഒന്ന് സാധിച്ചു കൊടുത്തിട്ട് ദിലിപേട്ട. ഹലോ, വെൽക്കം ടു സിനിമാടെക്. യുണൈറ്റഡ് കിങ്ഡം ഓഫ് കേരള എന്ന സിനിമയുടെ വിശേഷവുമായി നമ്മോടൊപ്പം ഉള്ളത് മഞ്ജു ചേച്ചി, ആനി മേഡമാണ്. നമസ്കാരം. നമസ്കാരം. സുഖമായിരിക്കുന്നോ? സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എന്താണ് യുണൈറ്റഡ് കിങ്ഡം ഓഫ് കേരള? കേരളത്തിൽ നിന്ന് എല്ലാവരും ഇപ്പം UK-ലും US-ലും ഒക്കെ പറക്കുകയാണ്. അപ്പൊ അത് തന്നെയാണോ ഈ സിനിമ? അത് പറഞ്ഞാലല്ലേ നമുക്ക് അറിയാതെ. ഞാൻ ഇതിനകത്ത് ആക്ച്വലി ഇതൊരു അച്ഛൻ്റെയും മകൻ്റെയും കഥ പറയുന്ന, അല്ലെങ്കിൽ അവരുടെ ഇഷ്ടങ്ങളുടെ കഥ പറയുന്ന ഒരു 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 സിനിമയാണ്. അതായത് ഇപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ വീടുകളിൽ കല്യാണം കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ല. നിങ്ങളുടെ ആഗ്രഹമായിരിക്കില്ല അമ്മയ്ക്ക്, അല്ല അച്ഛന്. നമുക്കൊരു ഇതുണ്ടാവും, നമ്മുടെ മക്കളെ ഇന്ന രീതിയിൽ. ഇപ്പം വളരെ കുറവാണ്. ഇപ്പം എൻ്റെ മോളെ ഞാൻ ഇന്നതാക്കണം എന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അവൾ പറയും, അമ്മ എനിക്കതാവണ്ടമ്മ, എനിക്കിതാണ് ആഗ്രഹം എന്ന് പറയുമ്പോൾ നമ്മൾ ആ വഴിക്ക് വിടാറാണ് പതിവ് ഇപ്പോൾ. പക്ഷേ പണ്ട് എൻ്റെ അച്ഛൻ്റെ ആഗ്രഹം എന്നെ ഇന്നതാക്കണം, അല്ലെങ്കിൽ അമ്മ, അങ്ങനെയൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്ന ആൾക്കാരാണ്. പക്ഷെ നമ്മളൊന്നും ആ വഴിക്ക് വന്നില്ല. എങ്കിലും അച്ഛൻ BSSC എഞ്ചിനീയർ ആയിരുന്നു. സോ എന്നെ ഒരു എഞ്ചിനീയർ ആക്കണം, അച്ഛൻ BSSC ഇറങ്ങുമ്പോൾ എന്നെ അങ്ങോട്ടേക്ക് കയറ്റണം എന്നുള്ളൊരു ആഗ്രഹമായിരുന്നു. പക്ഷെ എനിക്ക് നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു. എനിക്ക് അഡ്വക്കേറ്റ് ആവാം. എനിക്ക് അന്നേ നാക്കിന് നീളം ഉള്ളതുകൊണ്ട് അതിൽ ശോഭിക്കും. എനിക്ക് LLB ആയിരുന്നു. ഒരു നല്ല ഇഷ്ടപ്പെടുന്ന ഒരു നീളമാണ്. സോ എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ അത് അച്ഛൻ അങ്ങനെ ആഗ്രഹിച്ചിരുന്നുവെങ്കിലും, പക്ഷേ LLB ഓക്കെ ചേരാം എന്ന് പറഞ്ഞിട്ട് അവിടെ പോയിട്ട് ഫോം വരെ വാങ്ങി ഫില്ല് ചെയ്യാൻ അത് പറ്റിയില്ല. ബിക്കോസ് ഞാൻ അപ്പോഴേക്കും സിനിമയിൽ ഇന്നായി, അല്ലെങ്കിൽ ഈ മീഡിയയിലേക്ക് ഇന്നായി. സോ എനിക്കൊരു തിരിച്ചുപോക്കുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ LLB എടുത്തില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു വാസ്തവം. അപ്പോൾ ഞാൻ അങ്ങനെയുള്ള, അതായത് അച്ഛൻ്റെ ഇഷ്ടമൊന്നും മകൻ്റെ ഇഷ്ടമൊന്നും അവർ തമ്മിലുള്ളൊരു കോൺഫ്ലിക്റ്റ് കാര്യങ്ങളൊക്കെയാണ് സിനിമ പറയുന്നൊരു സബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഞാൻ അതിനകത്ത് അമ്മയല്ല, ജോണിച്ചേട്ടൻ്റെ ഫ്ലാഷ് ബാക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് ജോണിച്ചേട്ടൻ്റെ കൂടെ ഞാൻ, ജോണിച്ചേട്ടൻ, ഇന്ദ്രൻ ചേട്ടൻ, സംഗീത, മീര വാസുദേവ്, പിന്നെ 1-2 ആർട്ടിസ്റ്റുകളുണ്ട്. പക്ഷെ ഇത്രയും പേരുടെ ഇവർ ഒരുമിച്ച് പഠിച്ചതാണ്, ക്ലാസ്മേറ്റ്സ്. അപ്പോൾ ജോണിച്ചേട്ടനൊരാണും ബാക്കിയെല്ലാം പെണ്ണുങ്ങളാണ്. അപ്പോൾ അവരുടെ സൗഹൃദമാണ് ഏറ്റവും കൂടുതൽ കാണിക്കുന്നത്. അതിൽ ജോണിച്ചേട്ടൻ എല്ലാ വിശേഷങ്ങളും പങ്കുവയ്ക്കുകയും ദുഃഖവും ഹാപ്പിനെസ്സും എല്ലാം പങ്കുവയ്ക്കുകയും, അതുപോലെ തന്നെ മകനും അതുപോലെ ഒരു കൂട്ടുകാരി അല്ലെങ്കിൽ ഒരു അമ്മ സ്ഥാനത്ത് നിൽക്കുന്ന ഒരു ഇതാണ്. അവരുടെ ഒരു തൊട്ടടുത്തൊരു അയൽവാസിയാണ്. തൊട്ടടുത്തല്ല എങ്കിലും അടുത്തുള്ളൊരിതാണ്. ഒരു പള്ളിയിലാണ് പോകുന്നത്. അങ്ങനെയുള്ള അച്ഛൻ, ജോണിച്ചേട്ടൻ്റെ ക്യാരക്ടർ മടിയനാണ്. അവനെ പള്ളിയിൽ കൊണ്ടുപോവുക, എഴുന്നേറ്റ് പടം മരപ്പട്ടി എഴുന്നേറ്റ് പോന്നി പള്ളിയിൽ, അങ്ങനെ പറയുന്ന ഒരു സുഹൃത്ത്. പക്ഷെ എല്ലാം എൻ്റെ അടുത്ത് ഷെയർ ചെയ്യും, മകനും അപ്പനും. അപ്പൊ ഈ സുഹൃത്ത് ബന്ധം പറഞ്ഞപ്പോഴാണ് എപ്പോഴും പലരും പറയാറുണ്ട് ഒരു ആണിനും പെണ്ണിനും എപ്പോഴും നല്ല സുഹൃത്തുക്കളായിരിക്കാൻ പറ്റില്ല എന്നുള്ളത്. അങ്ങനെ പിന്നീട് അവര് കുറെ നാളുകൾ കഴിയുമ്പോൾ ഇങ്ങനെ പ്രണയം പറയുന്നൊക്കെ. ശരിക്കും അങ്ങനെ ഒരു ആണിനും പെണ്ണിനും നല്ല സുഹൃത്തുക്കളായിട്ട് ഇരിക്കാൻ പറ്റില്ല? തീർച്ചയായിട്ടും പറ്റും. അങ്ങനെ സുഹൃത്തുക്കൾ എനിക്കുണ്ട്, ഇപ്പോഴും ഉണ്ട്. കോളേജിൽ പഠിച്ചിരുന്നപ്പോൾ സൗഹൃദം ഇപ്പോഴും കാത്തു സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഇപ്പോഴും ഉണ്ട്. ഇല്ല, അങ്ങനെയില്ല. തീർച്ചയായിട്ടും. നമ്മുടെ ഒരു മൈൻഡ് സെറ്റാണ്. ആ മൈൻഡ് സെറ്റിലാണ് നമ്മൾ ഓരോ റിലേഷൻഷിപ്പിൽ ബൗണ്ടറീസും ഫ്രീഡവും കൊടുക്കുന്നത്. അപ്പോൾ നമ്മളുടെ മൈൻഡ് സ്പേസ് കറക്റ്റായിട്ട് ഇരിക്കുമ്പം നമുക്ക് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഒത്തിരി ഫ്രണ്ട്സ്, മെയിൽ ഫ്രണ്ട്സ് ഉണ്ട്. അവർ ശരിക്കും പറഞ്ഞാൽ നമ്മളെ മനസ്സിലാക്കുന്ന രീതി വേറെയാണ്. വിമൻ ഫ്രണ്ട്സ് ഉണ്ട്, അവർ മനസ്സിലാക്കുന്ന രീതി വേറെയാണ്. നമ്മുടെ ഒരു ഹെൽത്തി റിലേഷൻഷിപ്സിൽ
മെയിൽ ഫ്രണ്ട്സും ഫീമെയിൽ ഫ്രണ്ട്സും ഈക്വലായിട്ടുള്ളപ്പോഴാണ് നമ്മളെ ശരിക്കും പറഞ്ഞാൽ ഒരു ബെറ്റർ വേർഷൻ ഓഫ് അവർ സെൽസ് ആയി വരുന്നത്. സോ ഡെഫിനറ്റ്ലി അങ്ങനത്തെ ഫ്രണ്ട്ഷിപ്സ് ഉണ്ട്. അല്ല, അങ്ങനെ വരുന്ന റിലേഷൻസ് ഉണ്ട് എന്ന് വെച്ചാൽ എല്ലാ റിലേഷനും അങ്ങനെ ആവുന്നില്ലല്ലോ. ഇപ്പോ കല്യാണം കഴിച്ച് ഭാര്യയും ഭർത്താവും ആയിട്ടിരിക്കുന്നവർ നല്ല ഫ്രണ്ട്സ് ആവണം നിർബന്ധമില്ലല്ലോ. എന്ന് പറഞ്ഞ പോലെ നല്ല ഫ്രണ്ട്സിന് ഒരിക്കലും ഒരു ഭാര്യ ഭർത്തൃ അല്ലെങ്കിൽ ഒരു കാമുകി കാമുകൻ ബന്ധത്തിലേക്ക് പോകണമെന്ന് ഒരു നിർബന്ധമില്ല. അത് നമ്മൾ കാണുന്ന കാഴ്ചപ്പാടാണ്. നമ്മൾ എങ്ങനെ കാണുന്നു അവരെ അതുപോലെ ഇരിക്കും. നമ്മൾ അവർക്കൊരു ഇത് കൊടുത്താൽ തിരിച്ചും അങ്ങനെ വരും. അപ്പൊ എല്ലാ ബോയ്സും ഗേൾസും ഫ്രണ്ട്സ് ആയാൽ അതിലേക്കേ ചെന്ന് അവസാനിക്കുന്നൊന്നും നമുക്ക് വാശി പിടിക്കാൻ പറ്റില്ല. അത് കാത്തു സൂക്ഷിക്കുന്ന ആൾക്കാരും. കേരളത്തിൽ എല്ലാവരും പുറത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കേരളത്തിന് കുറച്ച് കഴിഞ്ഞാലുള്ള ഭാവിയിൽ നല്ല നല്ല യുവാക്കൾ, നല്ല ബ്രില്യൻ്റ് ആയിട്ടുള്ള ആൾക്കാരുടെ ഇൻവെസ്റ്റ്മെന്റ് മൊത്തം നമ്മുടെ കേരളത്തിന് വെളിയിലായിരിക്കും. കുറേയൊക്കെ അവർ പറയുന്നതിലും കാര്യമുണ്ടെന്ന് തോന്നുന്നു. അവൾ ചോദിക്കുന്നത് കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ എന്ത് സേഫ്റ്റിയാണുള്ളത്? ഐ മീൻ പെണ്ണുങ്ങൾക്ക്, പെൺകുട്ടികൾക്ക് രാത്രി ഇറങ്ങി നടക്കാനോ അങ്ങനെയുള്ള സംഭവം അവിടെയും ഇല്ല എന്നല്ല, പക്ഷേ ഇവിടുത്തെ അപേക്ഷിച്ച് അവിടെ കുറവാണ്. അവൾ പറയുന്ന അമ്മ അവിടെ ഇനി സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് ദുബായിലൊക്കെ ഭയങ്കര സേഫ്റ്റിയാണ്. നമുക്ക് ഏതല്ലേ ആനി അവിടെയാണ് താമസിക്കുന്നത്. സോ ആനിക്കൊക്കെ പ്രത്യേകിച്ച് അറിയാൻ പറ്റും അവിടെയുള്ള സേഫ്റ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് പാതിരാത്രിയും 1 o'clock പെണ്ണുങ്ങളെ നോക്കാൻ പോലും അവിടെ ഉള്ളൊരു ധൈര്യപ്പെടില്ല. അങ്ങനത്തെയാണ് അവിടുത്തെ റൂൾസ്, അങ്ങനെയാണ് അവിടുത്തെ ഗവൺമെൻറ് അങ്ങനെയാണ്. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞാൽ പുറത്ത് പോയി കഴിഞ്ഞാൽ ഈവൻ ഞാൻ ഉൾപ്പെടെ ഞാൻ ഒരു 8 മണി കഴിയുമ്പോൾ തന്നെ വിളിച്ചു തുടങ്ങും. എവിടെയാ, വരുന്നില്ലേ? അപ്പം പറയും അമ്മ വരുന്നമ്മ, ഞാൻ ഇറങ്ങുന്നു. 8:30 ആകുമ്പം മക്കളെവിടെ എത്തി? 9 മണിയാകുമ്പോൾ അമ്മ ഞാൻ ഡ്രൈവ് ചെയ്യണമ്മ, ഞാൻ വന്നുകൊണ്ടിരിക്കുക. അവർ ഇറിറ്റേറ്റഡ് ആവും ഇത് ചോദിക്കുമ്പം. കാരണം അവർ പഠിച്ചത് അവിടെ പഠിച്ചിട്ട് ഇവിടെ വന്നിട്ട് നമ്മൾ ചോദിക്കുമ്പോൾ അത് ഇറിറ്റേറ്റഡ് ആവുകയാണ്. സോ മാത്രമല്ല ഇവിടെയും ഇവിടത്തെക്കാട്ടിലും ഓപ്പർച്യൂണിറ്റീസ് അവിടെ ഉണ്ടെന്ന് അവർ അവകാശപ്പെടുന്നു. ഐ ഡോണ്ട് നോ. ഇവിടെയും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, നമ്മൾ അത് യൂസ് ചെയ്യുന്നില്ല എന്ന് എനിക്ക്. എല്ലാവരും കേരളം വിട്ടു പോവാണ്. ഇപ്പൊ പഠിച്ച് കുറച്ച് നാൾ ഒരുമിച്ച് വർക്ക് ചെയ്തവരൊക്കെ ഞാനിനി വർക്ക് റിസൈൻ ചെയ്യാം, പുറത്തോട്ട് പോകും, ഇതെല്ലാരും പറയുന്നത്. പിന്നെ മണി വാല്യൂ ഉണ്ടാവും കേട്ടോ. അവിടെ പോയി കുറച്ചുണ്ടാക്കിയിട്ട് തിരിച്ചിവിടെ വന്ന് സെറ്റിൽ ആകുന്ന ആൾക്കാരും ഉണ്ട്. അത് ബിക്കോസ് ഇവിടെ കിട്ടുന്നതിനെക്കാട്ടിലും മേ ബി അതുമായിരിക്കാം. മഞ്ജു ചേച്ചിക്കൊക്കെ, ഇപ്പൊ മാഡത്തിനായാലും മഞ്ജു ചേച്ചിക്കായാലും ഇവിടെ തന്നെയാണോ ഇഷ്ടം? എങ്ങനെയാണ് ഇവിടെ? മാഡത്തിന് പറയാൻ പറ്റില്ല, പുറത്ത് തന്നെയായിരുന്നു. ഞങ്ങള് വി ബിലോങ് ടു വൺ ജനറേഷൻ. ഇപ്പം നമ്മളുടെ യൂത്ത് അടുത്ത ജനറേഷനാണ്. അപ്പം ഇപ്പോഴത്തെ യൂത്തിന് കുറച്ച് റിക്വയർമെൻറ്റ്സ് ഉണ്ട്. അവരുടെ ജീവിതത്തിൻ്റെ ഫ്രീഡം, അവരുടെ സേഫ്റ്റി, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവരുടെ കാഴ്ചപ്പാടിൽ വേറെ ഒരു ഡെഫിനിഷനുണ്ട്. ആ ഡെഫിനിഷൻ അവരുടെ ലൈഫിൽ ഫുൾഫിൽ ആവുന്നോ ഇല്ലയോ എന്നുള്ളൊരു ക്വസ്റ്റ്യനാണ്. ഇപ്പം മഞ്ജു പറഞ്ഞ പോലെ മഞ്ജുവിൻ്റെ മോള് പുറത്തു പോയി, അവിടെ ഷീ ഫൈൻഡ്സ് സേഫ്റ്റി, ഷീ ഫൈൻഡ്സ് ഫ്രീഡം ടു ചൂസ്. അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പം എൻ്റെ മോന് ജനിച്ച് വളർന്നത് ദുബായിലാണ്. പക്ഷേ അവൻ തിരിച്ച് ഇങ്ങോട്ട് വന്നേക്കുവാണ് അവൻ്റെ കരിയർ ബിൽഡ് ചെയ്യാനായിട്ട്. സോ ഹീസ് എ ബോയ്. അപ്പം അങ്ങനത്തെ സാഹചര്യങ്ങൾ എന്തുകൊണ്ട് ഉണ്ട്? ഫോർ വൈ ഹാസ് മഞ്ജൂസ് ഡോട്ടർ ചോസൺ ടു ഗോ? അപ്പം അത് മഞ്ജുവിൻ്റെ മോടെ ദയയുടെ പ്രോബ്ലം അല്ല. അപ്പം നമ്മൾക്ക് നമ്മുടെ നാട്ടിൽ നമ്മുടെ കൾച്ചറിന്, നമ്മുടെ കാഴ്ചപ്പാടിന് എല്ലാത്തിനും മാറ്റങ്ങൾ വരണം. ഈ ഒരു മാറ്റം നമ്മുടെ നാട്ടിൽ വരണം എങ്കിൽ അവർ മാത്രം മാറിയാൽ പോരാ, വേറെ കുറേ ചുറ്റുപാടുള്ള കുറേ കാര്യങ്ങൾ മാറേണ്ട ആവശ്യമുണ്ട്. കേരളത്തിലെ കൾച്ചറാണ് ഏറ്റവും നല്ല കൾച്ചർ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ അതിന് എന്ന് വെച്ചാൽ ഇവിടെ കുടുംബ ബന്ധങ്ങൾക്ക് കൂടുതൽ നല്ല ഒത്തൊരുമയുള്ളത് നമ്മുടെ കേരളത്തിലാണ്. US ഇപ്പോൾ മറ്റ് ലോകത്തെ മറ്റ് രാജ്യങ്ങളിൽ നോക്കുവാണെങ്കിൽ അവിടെയൊക്കെ കുത്തഴിഞ്ഞൊരു കുട്ടികളുടെ ഒരു ഏജ് ആകുമ്പോൾ പോവും. അവിടെ ബന്ധങ്ങളൊക്കെ അത്ര ദൃഢതയില്ലല്ലോ. അപ്പൊ അങ്ങനെ അത് നമ്മൾ ശീലിച്ച് വന്ന അല്ലെങ്കിൽ നമ്മൾ വളർന്നു വന്ന സാഹചര്യത്തിൻ്റെയാണ്. കാരണം നമ്മൾ പഠിച്ചിരിക്കുന്ന അതാണ്, നമ്മളെ പഠിപ്പിച്ചിരിക്കുന്ന അതാണ്. പക്ഷെ അവിടെ പഠിപ്പിച്ചിരിക്കുന്നത് ഒരു 16, 17, 18 ഇയേഴ്സ് ആയി കഴിഞ്ഞാൽ സ്വന്തം കാര്യം നോക്കി അവരെ സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തരാക്കുകയാണ്. അവരെ അവരുടെ വീട്ടിൽ നിന്ന് മാറ്റി താമസിപ്പിക്കുകയാണ്. അത് ബന്ധങ്ങൾക്ക് വിലയില്ലാത്തത് കൊണ്ടല്ല, നമുക്ക് ആ രീതിയിൽ ചിന്തിച്ചൂടെ? അവരെ സ്വന്തം കാലിൽ പ്രാപ്തരാക്കാൻ വേണ്ടിയിട്ട് അവരെ അങ്ങനെ ചെയ്തു എന്നുള്ളത്. നമ്മൾ അങ്ങനെയല്ല. നമ്മളിപ്പോൾ പാമ്പർ
ചെയ്ത് നമ്മുടെ കുഞ്ഞുങ്ങളെ പാമ്പർ ചെയ്ത് നമ്മളിങ്ങനെ വളർത്തി അതിൽ മിക്ക കുട്ടികളും നശിച്ചു പോകുന്നു. അങ്ങനെ കുറേ ഇതുണ്ട്. അവർ എന്ത് ജോലിയാണെങ്കിലും ചെയ്തോളുക എന്നുള്ളതാണ് അവരുടെ ഒരു, എനിക്ക് തോന്നുന്നു അങ്ങനെയാണെന്ന്. അങ്ങനെയുണ്ട്. പിന്നെ നമ്മുടെ ഒരു കൾച്ചറലി നമ്മുടെ മൊറാലിറ്റി, നമ്മുടെ മോഡസ്റ്റി, ഇങ്ങനത്തെ എല്ലാം നമ്മുടെ കൾച്ചറിൽ ബൈൻഡ് ചെയ്തേക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഈ വെസ്റ്റേൺ കൾച്ചറിൽ ആ രീതിയിലൊരു ബൗണ്ട് അല്ല. അപ്പം അതിനെ കുറ്റപ്പെടുത്താൻ പറ്റത്തില്ല. ബിക്കോസ് അവരുടെ കൾച്ചർ അങ്ങനെയാണ്, നമ്മുടെ കൾച്ചർ ഇങ്ങനെയാണ്. പക്ഷേ നിങ്ങളെപ്പോലെ യൂത്ത് ഇതുപോലത്തെ ബ്യൂട്ടിഫുൾ കൾച്ചർ എന്നല്ലേ പറയുമ്പം നമുക്ക് സന്തോഷമുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ ഈ ബ്യൂട്ടിഫുൾ കൾച്ചറും ഫാമിലി ബോണ്ട്സും എല്ലാം ഉള്ളതിൻ്റെ കൂടെ തന്നെ യൂത്തിന് കംഫർട്ടബിളായിട്ട് അവർക്ക് ഹാപ്പി ആയിട്ട് കരിയർ പെർസ്യൂ ചെയ്യാനും പഠിക്കാനും എല്ലാം ഉള്ള ഒരു സേഫ്റ്റി എന്ന് പറഞ്ഞൊരു കാര്യം സാഹചര്യം ഉണ്ടെങ്കിൽ then കേരളം സ്വർഗമാവത്തില്ലേ? അതെ, കേരളം ദൈവത്തിന്റെ സ്വന്തം നാട്. അതെ. അല്ല, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പെൺകുട്ടികൾ ഇപ്പോൾ എൻ്റെ മോള് വീട്ടിൽ കേരളത്തിലുള്ളപ്പോൾ ഞാൻ ഷൂട്ടിലാണെങ്കിൽ എനിക്ക് ടെൻഷൻ കൂടും. ബിക്കോസ് അവൾ പുറത്ത് പഠിച്ചത് കൊണ്ട് പുറത്ത് പഠിച്ച് വളർന്നുകൊണ്ട് അവൾക്ക് ഡോൺ കെയർ ആണ് കുറേയൊക്കെ. അതായത് കുറച്ച് ബോൾഡാണ് അവൾ പറയുന്നത് എന്നെ ചെയ്യാൻ എന്തെങ്കിലും വന്നാൽ എനിക്ക് തിരിച്ചറിയാം. പക്ഷെ സാഹചര്യം അങ്ങനെ ആയിരിക്കില്ല. നമ്മൾ ഈ പറയുന്ന ബോൾഡ്നെസ് ആയിരിക്കില്ല നമുക്കൊരു സിറ്റുവേഷൻ വന്നാൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത. അതെനിക്ക് ടെൻഷനാണ്. എത്ര അവിടെയാണെങ്കിലും നമുക്ക് ടെൻഷനാണ്, ഇവിടെയാണെങ്കിലും ടെൻഷനാണ്. പക്ഷെ ഇവിടെ ആകുമ്പോൾ കൂടുതൽ ടെൻഷനാണ്. അവിടെ ആകുമ്പോൾ എനിക്ക് അത്രയും ടെൻഷനില്ല. പിന്നെ ഒരാൾക്ക് വരേണ്ടത് എവിടെ ഇരുന്നാലും പറയുകയാണെങ്കിൽ മോളാണ് എല്ലാത്തിനും സപ്പോർട്ടില്ല. അത്രയും പോസിറ്റീവായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് മോൾക്ക് അല്ലേ? അതെ. അപ്പം മോൾ എത്രത്തോളം ഓരോ ക്യാരക്ടർ സെലക്ഷനൊക്കെ ഇങ്ങനെ അഡ്വൈസ് അങ്ങനെ എന്തെങ്കിലും? മോൾ ക്യാരക്ടർ സെലക്ഷൻ ഒന്നും എൻ്റെ ഇങ്ങനത്തെയൊക്കെ ചെയ്യുന്നൊക്കെ പറയോ? ഇല്ല ഇല്ല ഇല്ല. അവൾ എൻ്റെ പ്രൊഫഷണൽ അവൾ ഒരിക്കലും ഇത് വയ്ക്കില്ല. അവള് എന്നെ സിനിമയിലേക്ക് രണ്ടാമത് വരുത്തിച്ചത് അവളാണ്. അമ്മ എന്തിനാ വീട്ടിൽ കുത്തിയിരിക്കുന്ന, ഡു യുവർ ജോബ്, ഗോ എന്ന് പറഞ്ഞത് എൻ്റെ മോളാണ്. സോ എനിക്ക് അവളാണ് മോട്ടിവേഷൻ ആക്ച്വലി. അവൾ പറഞ്ഞത് ഇത്രയും നാള് അമ്മ കുറേ സാക്രിഫൈസ് ചെയ്തു. അതായത് വന്ന വർക്കുകൾ വേണ്ടാന്ന് വെച്ചു ഫോർ ഫാമിലി, മോൾക്ക് വേണ്ടിയിട്ട്. അവൾ പഠിക്കുമായിരുന്നല്ലോ. അപ്പം അവൾക്ക് വേണ്ടിയിട്ട് കുറേ മൂവീസ് വേണ്ടാന്ന് വെച്ചു, കുറേ യാത്രകൾ വേണ്ടാന്ന് വെച്ചു. അപ്പം എൻ്റെ ലെഷർ ടൈം കുറേ ഞാൻ വേണ്ടാന്ന് വെച്ചു. കുറച്ച് മടി വന്നു തുടങ്ങി. നന്നായിട്ട് വായിക്കുമായിരുന്നു പണ്ട് ഞാൻ. കുറച്ച് കഴിഞ്ഞപ്പോൾ വായനാശീലം നിന്നിട്ട് മടിയായി തുടങ്ങി. പുസ്തകം വായിച്ചു വെക്കും, അത് ആ മൂലയിലിരിക്കും എന്നുള്ളതല്ലാതെ അങ്ങനത്തെ കുറേ ഇഷ്യൂസൊക്കെ മടി പിടിച്ചു. അത് കഴിഞ്ഞ് അവളൊരു 12th ഒക്കെ ആയപ്പോഴാണ് അവൾ പറഞ്ഞത്, അമ്മ ഇത് അമ്മയുടെ ജോലിയാണ്, അമ്മയ്ക്ക് അറിയുള്ളൂ, അമ്മ ഇത്രയും നാളിൽ നിന്ന് അമ്മേനെ പൊക്കോളൂ, ഇനി എൻ്റെ കാര്യം നോക്കാൻ അറിയാമെന്ന് പറഞ്ഞ് എന്നെ ഒന്ന് രണ്ടാമത് വിട്ടത് ജാനിയാണ്. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ മഞ്ജു ചേച്ചിയുടെ വ്യത്യസ്തമായിട്ടുള്ള റോളുകൾ കാണാൻ പറ്റുന്നു. തീർച്ചയായിട്ടും 40+ ഭയങ്കര ആഘോഷമാക്കുവാണ് ഇപ്പൊ എല്ലാരും. അതെ. ഒരുപാട് അതിന് മുന്നേ യാത്ര പോവാണെങ്കിൽ ഒരുപാട് യാത്രകൾ പോവാ. അപ്പോ അത്രയും സുന്ദരാണോ 40+? എത്ര വയസ്സായി? എനിക്കിപ്പോ 28. 12 വർഷം കഴിയുമ്പോൾ മനസ്സിലാവും. ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഫേസ് എന്ന് പറഞ്ഞാൽ, ബിക്കോസ് നമ്മൾ കല്യാണം കഴിച്ച് കുടുംബജീവിതത്തിലോട്ട് എൻട്രി ചെയ്ത് കഴിഞ്ഞിട്ട് മക്കളുണ്ടായി കഴിഞ്ഞിട്ട് അവർ ഒരു പ്രായപൂർത്തിയായി അവരുടെ കാര്യങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നോക്കുന്ന സമയം വരെ ആസ് എ മദർ ആൻഡ് ആസ് എ പേരൻറ്റ് നമ്മുടെ 100% ഫോക്കസ് അവരിലായിരിക്കും. ബിക്കോസ് അവർ നമ്മളെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ബീയിങ്സാണ്. അപ്പം നമ്മൾക്ക് വേണ്ടിയുള്ള സമയമോ അല്ലെങ്കിൽ നമ്മളുടെ പ്രയോറിറ്റീസ് അല്ല ആ സമയത്ത് നമ്മുടെ മക്കളുടെയും നമ്മുടെ ഫാമിലിയുടെ ആ ഒരു സിറ്റുവേഷനിലാണ് പ്രയോറിറ്റി വരുന്നത്. അവരൊരു പ്രായപൂർത്തിയായ അവരുടെ സ്വന്തം കാര്യങ്ങൾ ഒരു 8-10 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കാണ് നമുക്ക് പിന്നെയും നമ്മൾക്ക് വേണ്ടി ഒരു സമയം ഡെഡിക്കേറ്റഡ്. അതാണ് ഈ ബ്യൂട്ടി ഓഫ് 40s എന്ന് പറയുന്നത്. ഇപ്പൊ നല്ല സൗന്ദര്യമുണ്ട് നിങ്ങൾക്ക് രണ്ടാൾക്കും. 40+ തന്നെയല്ലേ? ഞാൻ 40+ ആണ്. ഞാൻ 50+. രണ്ടാളുടെയും പ്രായം തോന്നില്ല രണ്ടാൾക്കും. അല്ല, അതെന്താ, അത് പിന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈല്, ജീവിത സാഹചര്യങ്ങൾ, ഇതൊക്കെ നമ്മളുടെ ഏജ് അല്ലെങ്കിൽ നമ്മളുടെ ഒരു ഹെൽത്തി ഇതിനെ നമ്മളെ ബാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്ന ആളാണ്. കാരണം എൻ്റെ കൂടെ പഠിച്ച കുറേ ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ നല്ല ഡിഫറൻസ് ഉണ്ട്. അത് ബിക്കോസ് ഞാൻ
വർക്ക് ചെയ്യുന്ന ഫീൽഡ് ഇതായതുകൊണ്ട് ഞാൻ കുറച്ചുകൂടെ കോൺഷ്യസ് ആയിരിക്കും. എൻ്റെ ആരോഗ്യം, സൗന്ദര്യം എന്നുള്ളതല്ലടാ, സൗന്ദര്യം സെക്കൻഡറിയാണ്. നമുക്ക് ആദ്യം വേണ്ടത് നമ്മൾ ഹെൽത്തി ആയിട്ടിരിക്കുക എന്നുള്ളതാണ്. വർക്ക് ചെയ്യണമെങ്കിൽ സൗന്ദര്യം മാത്രം പോരാ, നമ്മൾ ഹെൽത്തി ആയിട്ടിരിക്കണം. നമുക്ക് ആരോഗ്യം വേണം വർക്ക് ചെയ്യാനായിട്ട്, എന്തും ചെയ്യാം. നമുക്കപ്പം രണ്ടാമത്തെ വിഷയമാണ് അതിലൊരു ഗ്ലാമർ സാധനം വരുന്നത്. ഗ്ലാമർ ഉണ്ടായിട്ട് എന്താ കാര്യം? ഞാൻ ചെയ്യുന്ന മുഴുവൻ ദാരിദ്ര്യവാസി ക്യാരക്ടേഴ്സാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സൗന്ദര്യമേ ഇല്ല, ഉള്ള സൗന്ദര്യം കൂടെ ഡള്ളാക്കിയിട്ടാണ്. നമ്മള് ഹോമിലൊക്കെ ആണെങ്കിൽ പല്ല് വെച്ചിട്ട് ഫാലിമിയിലാണെങ്കിലും, ഇപ്പൊ പ്രിൻസ് ആൻഡ് ഫാമിലിയിലാണെങ്കിലും, മലയാളി ഫ്രം ഇന്ത്യയിലാണെങ്കിലും, ടീച്ചറിലാണെങ്കിലും ഒക്കെ എന്നെ ഡൾ ചെയ്തിട്ടാണ്. അപ്പൊ അതിൽ സൗന്ദര്യം ഒരു ഫാക്റ്റേ അല്ല, സൗന്ദര്യ ഫാക്റ്റ് അല്ല. നമുക്ക് മഞ്ജുവിനെ പോലത്തെ ആർട്ടിസ്റ്റൊക്കെ ഷീസ് എ വെരി ബ്യൂട്ടിഫുൾ വുമൺ. പക്ഷേ ഈ ക്യാരക്ടേഴ്സില്ലേ, ഈ ഇത്രയും ഔട്ട്സൈഡ് ദ സ്ക്രീൻ ആൻഡ് ഇൻ ദ സ്ക്രീൻ, ഈ 2 പേഴ്സണാലിറ്റീസിൽ ഒരു ഭയങ്കര ഇമ്പോർട്ടൻറ്റ് കോൺട്രാസ്റ്റ് ഫീൽ ചെയ്യും. സോ അതാണ് അതിൻ്റെയും ഒരു ബ്യൂട്ടി. ഇവരൊരു വിഷ്വൽ മീഡിയയിൽ നിൽക്കുന്ന വ്യക്തികളാണ്. അപ്പോൾ ലൈക്ക് ഷീ സെഡ്, ഒരു ഇൻഡിവിജ്വലായി ലെറ്റ് ഇറ്റ് ബി ഏത് ഫീൽഡ് ആയാലും നമ്മളുടെ ഫസ്റ്റ് സെൽഫ് കെയർ ആയിരിക്കണം. നമ്മൾ എല്ലാ രീതിയിലും നമ്മളെ കെയർ ചെയ്താലേ നമ്മൾ വേറെ പല റെസ്പോൺസിബിലിറ്റീസിനെ കെയർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ലെറ്റ് ഇറ്റ് ബി യുവർ അപ്പിയറൻസ്, ലെറ്റ് ഇറ്റ് ബി യുവർ ഹെൽത്ത്, ലെറ്റ് ഇറ്റ് ബി എല്ലാ ആസ്പെക്റ്റ് ആണെങ്കിലും. അപ്പം നമ്മൾ അതിനൊരു പ്രയോറിറ്റൈസ് ചെയ്യണം എന്നും പറഞ്ഞുകൊണ്ട് ഒബ്സെഷൻ അല്ല, പ്രയോറിറ്റൈസ് ചെയ്യണം. ശരിക്കും നമ്മളെ അമ്മമാരെന്താ ചെയ്യുക? ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ആദ്യം അവർക്ക് കൊടുക്കും, അവസാനം നമ്മൾ കഴിക്കുള്ളൂ അല്ലേ? വീട്ടിലെ അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും, ഐ മീൻ മക്കളാണെങ്കിലും, അവർക്ക് ആദ്യം, ഹസ്ബൻഡാണെങ്കിൽ നമ്മൾ കഴിക്കാൻ പാ വിശന്നിരുന്നാലും കഴിക്കാൻ പാ അവർ കഴിച്ച് അവർ മറ്റേ വർക്ക് കഴിഞ്ഞ് ലാപ്ടോപ്പിൽ നിന്ന് എഴുന്നേറ്റ് പിള്ളേർ ടി വിയുടെ മുമ്പിൽ അല്ലെങ്കിൽ പഠിത്തം കഴിഞ്ഞ് വരുന്നവരെ ഈ വിശപ്പ് സഹിച്ചിരിക്കുക എന്നുള്ളതാണ് പണ്ടത്തെ അമ്മമാർ കേട്ടോ. ഇപ്പോഴത്തെ അമ്മമാർ എനിക്ക് തോന്നുന്നു കഴിക്കും വിശന്നിരിക്കുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെ സാക്രിഫൈസ് ചെയ്ത് ഇരിക്കണ്ട എന്നാണ് എൻ്റെ ഒരു വിശന്നാ കഴിക്കുക, വിശപ്പ് എല്ലാവർക്കും ഒരുപോലെയാണ്, കഴിക്കാന്നുള്ളതാണ്. അവര് വരട്ടെ, അവർക്ക് വരുമ്പോൾ നമുക്ക് വിളമ്പി കൊടുക്കാം, കഴിക്കാം എന്നുള്ളതാണ് എൻ്റെ. അപ്പം പ്രയോറിറ്റൈസ് ചെയ്യാന്ന് പറയുന്ന സാധനം അതാണ്. വിശന്നിരിക്കാതിരിക്കുക, നമ്മുടെ ആരോഗ്യം നമ്മൾ നോക്കുക, രാവിലെ ഒന്ന് നടക്കാൻ പോകണമെങ്കിൽ നടക്കാൻ പോവുക, ഡയറ്റ് ചെയ്യണമെങ്കിൽ ഡയറ്റ് ചെയ്യുക, നന്നായിട്ട് ഡ്രസ്സ് ചെയ്യണമെങ്കിൽ ഡ്രസ്സ് ചെയ്യുക. ഇതൊക്കെ നമ്മളെയും കൂടെ നമ്മൾ ശ്രദ്ധിക്കണം. ഫസ്റ്റ് നമ്മളെ സ്നേഹിക്കണം. നമ്മള് നമ്മളെ സ്നേഹിക്കണം. നമ്മള് കണ്ണാടി നോക്കിട്ടെ, കൊള്ളാം, സൂപ്പറായിട്ടുണ്ട്, നീ സുന്ദരിയാണ്, നീ കൊള്ളാടി എന്ന് പറയുമ്പോ തന്നെ നമുക്കൊരു, ആരോ എന്നാള് പറഞ്ഞു, എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് പറയുന്നു, നീ സൂപ്പറാടാ, കൊള്ളാടാ, നീ സൂപ്പറാ, സുന്ദരനാന്ന് പറയുന്ന ആരോ ഉണ്ട്, ഏതോ ഒരു ആർട്ടിസ്റ്റ് ഉണ്ട്. ഞാൻ ഈ ഇടയ്ക്ക് ഏതോ റീലോ എന്തോ വായിക്കുകയെന്തോ ചെയ്തു. അതാണ് ശരിക്കും നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഈ 40+ എന്ന് പറയുന്നത് ആനി പറഞ്ഞ പോലെ തന്നെ നമ്മൾ ജീവിച്ചു തുടങ്ങുന്ന അപ്പോഴാണ് എന്ന് പറയുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ, അതുവരെയുള്ള നമ്മുടെ ജീവിതം ഒരു 95% ലേഡീസും ഫാമിലിക്ക് വേണ്ടി മാറ്റി വെച്ചേക്കാണ്. 95 കേട്ടോ, ഫാമിലിക്ക് വേണ്ടിയിട്ടാണ്. അവരുടെ പ്രയോറിറ്റി കഴിഞ്ഞിട്ടാണ് നമ്മൾ നമ്മളെ സ്നേഹിക്കുന്നത്. അത് വേണ്ടെന്നാണ് ഇപ്പം ഇത്രയും നേരം ഞങ്ങൾ സംസാരിച്ചത്. അത് കഴിയുമ്പോഴാണ് നമ്മൾ, ഞാനിപ്പോൾ 40+, അതായത് 40 ആഫ്റ്റർ 40 ഞാൻ ട്രാവൽ ചെയ്ത് തുടങ്ങിയത്. ഞാൻ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യും, ഒറ്റയ്ക്ക് സിനിമയ്ക്ക് പോകും, എനിക്കിഷ്ടമാണ്. ഞാൻ അങ്ങ് എൻജോയ് ചെയ്യും, ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കും, ഞാൻ അങ്ങനെ ചെയ്യും. മഞ്ജു ചേച്ചിയുടെ ആണേലും ദേക്കുട്ടീനി സിനിമയിലേക്ക് വരുമോ, എൻട്രി ചെയ്യുമോ? അറിയില്ല. വരുവാണെങ്കിൽ ഞാൻ ഒരിക്കലും നോ പറയില്ല, അത് അവരുടെ താല്പര്യമല്ലേ. ആക്ച്വലി 2 ഓഫേഴ്സ് ഉണ്ടായിരുന്നു. അവൾ ഫസ്റ്റ് ഇയർ കഴിഞ്ഞ് വന്ന് രണ്ടാമത് പോകുമ്പോൾ അതിന് മുമ്പ് വന്നിരുന്നു. അപ്പോൾ അവൾ നോക്കിയിട്ട്, ഇപ്പോഴത്തെ കുട്ടികൾ എന്താ പറയുക, അവൾക്ക് സ്വന്തമായിട്ട് അഭിപ്രായമുള്ള ആൾക്കാരാണ്. അവരുടെ അടുത്ത് കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞു, അമ്മ എനിക്ക് എൻ്റെ ക്യാരക്ടർ എന്താണെന്ന് അറിയണം, കഥ കേൾക്കണം, അത് അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ തന്നെ ഇരുന്ന് കേൾക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവരെ വിളിച്ചു ചോദിച്ചു, എന്തെങ്കിലും പെർഫോം ചെയ്യാനുള്ളതാണോ, എന്താണ് ഇത്, മെയിൻ ആണോ എന്ന് ചോദിച്ചു. മെയിൻ അല്ല, നെഗറ്റീവ് ഷെയ്ഡുള്ള ക്യാരക്ടറാണ്, പക്ഷെ മെയിൻ ആണെന്ന് പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞു, അമ്മ എന്നെ ലോഞ്ച് ചെയ്യുകയാണെങ്കിൽ നല്ല ക്യാരക്ടറായിട്ട് ലോഞ്ച് ചെയ്യണം, എനിക്കിഷ്ടമാണ് അഭിനയിക്കാൻ, പക്ഷെ എന്നെ ലോഞ്ച് ചെയ്യുകയാണെങ്കിൽ നല്ല ക്യാരക്ടറായിട്ട് ലോഞ്ച് ചെയ്യണം, അത് കഴിഞ്ഞുള്ള പിന്നെ നോക്കാം, അല്ലാതെ ഞാൻ പഠിത്തം കളഞ്ഞ പോലെ നിന്നിട്ട് കാര്യമില്ലല്ലോ, ഞാൻ ആദ്യം പോയി പഠിച്ചിട്ട് വരാം, എന്നിട്ട്
നമുക്ക് തിരിച്ചു വന്നിട്ട് നമുക്ക് നോക്കാം അല്ല ആദ്യം തന്നെ ഒരു നെഗറ്റീവില് വരുമ്പോഴേ അല്ലേ? അതെന്തോ അങ്ങനെ ഒരു സംഭവം ഇങ്ങനെ പറഞ്ഞു. കാരണം മഞ്ജു ചേച്ചി ഇതുവരെ നെഗറ്റീവ് ചെയ്യാത്ത ഒരാളാണ്. ഞാൻ നെഗറ്റീവ് ചെയ്യാൻ പോവാ ഇനി. ആണോ? ഞാനിങ്ങനെ എൻ്റെ ആഗ്രഹം പറഞ്ഞിട്ടുണ്ട്, എനിക്കൊരു നെഗറ്റീവ് ഷെയ്ഡുള്ള ക്യാരക്ടർ ചെയ്യണം. ആയിട്ട് അടുത്ത പടത്തിൽ ഒരു നെഗറ്റീവ് ഷെയ്ഡ് ഉണ്ടാക്കുന്നത് എന്നെ വിളിക്കാം. ഞാൻ ആലോചിക്കും തീർച്ചയായിട്ടും. ആ ഇന്റർവ്യൂസ് എല്ലാം കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു പക്ഷെ അത് ചെയ്യാൻ അടിപൊളിയായിട്ട് പെർഫോം ചെയ്യാൻ പറ്റും. ബിക്കോസ് അത് കഴിഞ്ഞിട്ട് എൻ്റെ മനസ്സിങ്ങനെ ചിന്തിക്കുന്നുണ്ട്, ഷീ വിൽ ബി ഏബിൾ ടു പെർഫോം. ബിക്കോസ് നല്ല നാച്ചുറൽ ആർട്ടിസ്റ്റ് ആണ്. അതെ. ഞാനിപ്പം ആ നെഗറ്റീവ് ക്യാരക്ടറും മോളുടെ ലോഞ്ചിന്റെ കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് ഐശ്വര്യ രാജ് എന്ന് പറഞ്ഞ പെങ്കോച്ച് ഓഫീസർ ഓൺ ഡ്യൂട്ടിയിൽ ഒരു നെഗറ്റീവ് ക്യാരക്ടറായിട്ട് വന്നു. അപ്പം ഞങ്ങളുടെ ഹാഫിലെ ഹീറോയിനാണ്. ബിക്കോസ് ആ പൊട്ടൻഷ്യൽ നമ്മൾ ചിലപ്പം മനസ്സിലാക്കുന്നത് പോസിറ്റീവ് ഷെയ്ഡ്സ് ത്രൂയിലല്ല. ഒരു ക്യാരക്ടറിനെ ഇപ്പം ഐ ഹേർഡ് മഞ്ജു സേ ഇൻ വൺ ഇൻ്റർവ്യൂ ദാറ്റ് ഷീ ഡസൻറ്റ് വാണ്ട് ടു ബി സ്റ്റീരിയോ ടൈപ്ഡ്, വിച്ച് ഈസ് വെരി ട്രൂ. ഇപ്പോൾ ഒരു മദറായിട്ട് അടിപൊളിയായിട്ട് അഭിനയിച്ചാൽ എവ്രി വൺ വിൽ വോണ്ട് ടു തിങ്ക് ഓഫ് ദ ബെസ്റ്റ് മദർ. പക്ഷേ മഞ്ജു ചേച്ചി ഒരിക്കൽ പോലും സ്റ്റീരിയോ ടൈപ്പ് ആയിട്ടുള്ള ഒരു അമ്മയായിട്ടില്ല. ഇല്ല, പക്ഷേ ആ ഒരു അമ്മ മകനെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ മകനെ ചട്ടമ്പി ആയിട്ടുള്ള അങ്ങനെയൊക്കെ ഉള്ള ഒരു അമ്മ വേഷത്തിൽ നിന്ന് മാറി ഈ പറഞ്ഞ ഒരു നെഗറ്റീവ് ഷെയ്ഡ് അല്ലെങ്കിൽ ഒരു ബോൾഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ഇപ്പം ടീച്ചറിൽ ചെയ്തില്ലേ, അങ്ങനെയൊക്കെ മാറി 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 ചെയ്യുമ്പോഴാണ് നമുക്ക് നമ്മുടെ ജേർണി ആസ്വദിക്കാൻ പറ്റും. ഒരു മേഴ്സിലെസ് നെഗറ്റീവ് ക്യാരക്ടറായിട്ട് ഭയങ്കരമായിട്ട് ആക്ട് ചെയ്യും. ആലോചിച്ചോളൂ പ്രൊഡ്യൂസറെ, നമുക്ക് ഉടനെ ഒരെണ്ണം ചെയ്യാം. ടീച്ചറില് ഭയങ്കര ഫാനാണ് ഞാൻ ആ ക്യാരക്ടറിന്റെ. ഭയങ്കര രസമായിരുന്നു അത്. ശരിക്കും അങ്ങനെ അമ്മ വേഷങ്ങൾ തന്നെ ചെയ്ത് ബോറടിച്ചോ? ശരിക്കും എനിക്ക് അമ്മ വേഷങ്ങൾ ബോറടിക്കില്ല, ഒരിക്കലും അമ്മ വേഷങ്ങൾ ബോറടിക്കില്ല. ആസ് എൻ ആർട്ടിസ്റ്റ് എൻ്റെ ആഗ്രഹം ഞാൻ പറഞ്ഞാണ്, എനിക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ചെയ്യണം. ഇപ്പം അമ്മ വേഷങ്ങൾ വന്നാൽ ഞാൻ ചെയ്യാതെയൊന്നും ഇരിക്കുന്നില്ല. പക്ഷെ നമുക്ക് നല്ലൊരു അമ്മയെ പിന്നെ നഷ്ടമാവും. എല്ലാരും പറഞ്ഞു അത് എന്നെ അങ്ങ് അമ്മയാക്കിയിട്ട് എൻ്റെ വയസ്സിനേക്കാളും മൂത്ത ആൾക്കാർ വരെ എന്നെ ചേച്ചി അമ്മയെന്നൊക്കെ വിളിച്ചു തുടങ്ങി. പിന്നെ മലയാളി ഫ്രം ഇന്ത്യയില് ഇത്രയും ചെറുപ്പമുള്ള ഒരാളാണ് നിവിൻ പോളിയുടെ അമ്മയായിട്ട്. അത് കാണുമ്പോ നമുക്ക് ഭയങ്കര മാറ്റമുണ്ട്. പക്ഷെ ഇന്റർവ്യൂലൊക്കെ ഇരിക്കുമ്പോ ചെറുപ്പമുള്ള ഒരാൾ. അയ്യോ, മലയാളി ഫ്രം ഇന്ത്യയിൽ പോയപ്പോഴത്തേക്കും ഫസ്റ്റ് ഷോട്ട് കഴിഞ്ഞപ്പം അവിടെ ഭയങ്കര ഡിസ്കഷനും കാര്യങ്ങളൊക്കെ ചോദിച്ചു വന്നപ്പോഴത്തേക്കും ഞാൻ വിളിച്ചു, ഞാൻ ഇനി അഭിനയിച്ച് ഇഷ്ടപ്പെട്ട് ചോദിച്ചു വന്ന് പറയാം, ചേച്ചി നിവിൻ്റെ അമ്മയായിട്ട് ഫീൽ ചെയ്യുന്നില്ല, നിവിൻ്റെ ഒരു ചേച്ചി അത്രയൊക്കെ ഫീൽ ചെയ്യുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് പിന്നെ അവരെന്നെ വീണ്ടും ഡള്ളാക്കി കുറച്ച് നേരമൊക്കെ ഇട്ട് വയറൊക്കെ വെപ്പിച്ചു, കുറച്ച് വയർ തള്ളി നിൽക്കുന്ന വയറൊക്കെ വെപ്പിച്ച് സൗന്ദര്യ ശാപമായല്ലോ ഈശ്വരാ. ഒരു ആർട്ടിസ്റ്റിനെ ത്രില്ല് ചെയ്യുന്നത് അവർക്ക് അവരുടെ കപ്പാസിറ്റിയുടെ മാക്സിമം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഓപ്പർച്യൂണിറ്റി. എക്സാക്ട്ലി. സോ എ ഗുഡ് ആർട്ടിസ്റ്റ്, പാഷനേറ്റ് ആർട്ടിസ്റ്റ് അങ്ങനെയായിരിക്കും. അപ്പം അങ്ങനത്തെ റോൾസ് അവർ കാത്തിരിക്കുന്ന ഒരു ഇതിലാണ് അവരുടെ എക്സൈറ്റ്മെന്റ്. സത്യമായിട്ടും ഞാൻ ആക്ച്വലി ഇനി ലൈഫിൽ മരിക്കുന്നവരെ അഭിനയിക്കാൻ തീരുമാനിച്ചൊരു വ്യക്തിയാണ് എന്നെ വിളിച്ചാൽ. പക്ഷേ എൻ്റെ അഭിനയ ജീവിതത്തിൽ ആ ജേർണി ഉണ്ടല്ലോ, ആ ജേർണി ഞാനും കൂടെ ആസ്വദിക്കണമെങ്കിൽ, ഞാനും കൂടെ എൻജോയ് ചെയ്ത് പോകണം എന്നുണ്ടെങ്കിൽ ഈ ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ചെയ്യണം. അല്ലാതെ ഈ പറഞ്ഞ പോലെ അമ്മവേഷം മാത്രം ചെയ്ത് കഴിഞ്ഞാൽ മടുക്കും കുറച്ച് കഴിയുമ്പം. വേറെ ഒന്നും ചെയ്യാനില്ല, വന്ന് ഇങ്ങനെ ഒരുപാട്. ഇപ്പം നമുക്ക് പക്ഷേ ന്യൂ ജനറേഷൻ ആയിട്ടുള്ള കുട്ടികളാണേലും അല്ലാത്തവരൊക്കെ ഇപ്പൊ മഞ്ജുമ്മ എന്ന് വിളിക്കുന്നത് അത്രയും നമ്മുടെ ഹൃദയത്തോടെ. അതെ, മഞ്ജുമ്മ എന്നെ പല ആൾക്കാരും ഞാതാ പറഞ്ഞത്, എന്നെക്കാളും മൂത്തവര് വരെ വന്നിട്ട് മഞ്ജുമ്മ എന്ന് വിളിക്കുന്നു. ഞാൻ കൊച്ചല്ല, ഞാൻ കല്യാണത്തിന് മുമ്പേ തന്നെ കുറെ പ്രായമുള്ള ആൾക്കാർ എന്നെ ആനിയമ്മ എന്നാ വിളിച്ചോണ്ടിരുന്നത്. ആക്ച്വലി എന്റെ പേര് ആൻ ആണ്, ആനി എന്നല്ല. അവിടെ ഞാൻ അതാ ചോദിച്ചു, ഞാൻ പിന്നെ ഈ കുട്ടി വിളിച്ചോണ്ടങ്ങ് വിളിച്ചത്. അപ്പം മഞ്ജു ചേച്ചി നമ്മളും മഞ്ജുമാന്ന് ഇടക്ക് ഇങ്ങനെ പറയാറുണ്ട്. പക്ഷേ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഈ ഹോമിലെ കുട്ടിയമ്മ ആയാലും ഫാലിമിലെ രമയായാലും ആ അമ്മമാരൊക്കെ ഇപ്പോഴത്തെ കുട്ടികളുടെ ഒരു നീയാണോ ഇൻസ്റ്റയിൽ എനിക്ക് മഞ്ജുമ എന്ന് പറഞ്ഞ് മെസ്സേജ് അയക്കുന്നല്ലോ അല്ലേ? എനിക്ക് ഇടയ്ക്ക് ഒരു കുട്ടി സ്ഥിരം മഞ്ജുമ എന്ന് പറഞ്ഞിട്ട് അയക്കും. ആരാന്ന് എനിക്കറിയില്ല, ഇൻസ്റ്റയിൽ ഇങ്ങനെ അയക്കും. ഒരാളല്ല കേട്ടോ, പല പല ആൾക്കാരും എനിക്ക് മഞ്ജുമ എവിടെയാണ്. ആ ഒരു കുട്ടിയമ്മയൊക്കെ ആയാലും നമുക്കില്ലേ പെട്ടെന്ന് എന്താ പറയാ, ആ ഒരു ഇമോഷൻ ഉണ്ട്, കോമഡി ഉണ്ട്. ഇപ്പോഴത്തെ ഒരു ന്യൂ ജനറേഷൻ കുട്ടികൾക്കൊക്കെ പറ്റിയ ഒരു അമ്മയാണ്. അതെ, എനിക്ക് അങ്ങനെ ഒരു ന്യൂജൻ കുട്ടി ഉള്ളത് കൊണ്ടായിരിക്കാം എനിക്കത് പെട്ടെന്ന് ക്യാച്ച് ചെയ്ത് എനിക്ക് ചെയ്യാൻ പറ്റുന്നത്. അതുകൊണ്ടായിരിക്കണം. പിന്നെ എൻ്റെ അമ്മയാണെങ്കിൽ പോലും ന്യൂജൻ അല്ലെങ്കിൽ പോലും എൻ്റെ അമ്മ ഇപ്പം ന്യൂജൻ പിള്ളേരുമായിട്ട് വളരെ അടുത്ത് നിൽക്കുന്ന ഒരു അമ്മയാണ്. കാരണം എൻ്റെ ഫ്രണ്ട്സും എൻ്റെ മോളുടെ ഫ്രണ്ട്സും ഏറ്റവും വലിയ കമ്പനി എൻ്റെ അമ്മയായിട്ടാണ്. സോ
പെട്ടെന്ന് തന്നെ അപ്പം എൻ്റെ അമ്മ ബിഹേവ് ചെയ്യുന്നത് അതുപോലെയാണ്, കുട്ടിയമ്മയെ പോലെ തന്നെയാണ് എൻ്റെ അമ്മ ബിഹേവ് ചെയ്യുന്നത് വീട്ടിൽ. അതൊക്കെയാണ് ഞാൻ അതിൽ അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത്. ഞാൻ ഇങ്ങനെയാണ്. നല്ലൊരു അമ്മയാണ് ജീവിതത്തിൽ സിനിമയിലൊക്കെ. അപ്പോൾ സുകുമാരി ചേച്ചിയും KPSC ലളിത ചേച്ചിയൊക്കെ ആയിട്ട് നല്ലൊരു ബന്ധമുണ്ട്. അവരിൽ നിന്നാണ് അധികം റെഫറൻസ് ഒക്കെ എടുത്തിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അങ്ങനെ ഏതെങ്കിലും എടുത്ത ഒരു കഥാപാത്രം ഓർമ്മയുണ്ട്? അല്ല, എനിക്ക് ലളിതാമ്മ ഒരുപാട് ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരുപാട് എന്നെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. സുകുമാരിയമ്മ ഓഫ് കോഴ്സ് എല്ലാ ക്യാരക്ടേഴ്സിനെ ചെയ്യാത്തൊന്നുമില്ല. ആ മാഗി ആൻറ്റിയും ഞാൻ ഇൻസ്പയർഡ് ആയിട്ടുള്ളത് ലളിതാമ്മയിലാണ്. KPSC ലളിത ചേച്ചി, ലളിതാമ്മ, ഞാൻ അമ്മ എന്നാണ് വിളിക്കുന്നത്. ലളിതാമ്മയിലാണ് ഞാൻ അവരുടെ ക്യാരക്ടറുകൾ കണ്ടിട്ട് കൊതി തോന്നിയിട്ടുള്ളത്. എനിക്ക് എന്താണെന്നറിയില്ല കേട്ടോ, എനിക്കറിയില്ല. എന്നാൽ അതിനേക്കാളും കൂടുതൽ ക്യാരക്ടേഴ്സ് ചെയ്തിരിക്കുന്ന സുകുമാരിയമ്മയാണ്. പക്ഷേ എനിക്ക് ലളിതാമ്മ ചെയ്ത അയ്യോ ആ സിനിമയുടെ പേരുകൾ മറക്കുന്നു. നത്തനാരായണൻ്റെ ഇതായിട്ട് ഒരു ഉണ്ടായിരുന്നില്ലേ, മറ്റേ താലിയൊക്കെ വെച്ചിട്ട് ഞാനിന്ന് കഴുത്തിൽ അണിഞ്ഞോട്ടെ എന്നൊക്കെ ചോദിച്ചിട്ട് ബോംബെ ജോലിക്ക് പോകുന്ന അങ്ങനെയുള്ള ക്യാരക്ടേഴ്സില്ലേ, അത് ഒന്നോ രണ്ടോ സീനേ ഉള്ളൂ അതിനകത്ത്. അങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് ചെയ്ത് ഇങ്ങനെ പോയ ആളാണ് ലളിതാമ്മ. അപ്പം അതൊക്കെ കാണുമ്പോൾ കൊതിയാവും അങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് ചെയ്യാനായിട്ട്. അപ്പം എനിക്കങ്ങനെ ഇപ്പം അമ്മയിൽ ചെറിയൊരു നടത്തം അത് റിയൽ ലൈഫിലെ നടത്തം ഞാൻ ചെറുതായിട്ട് ചെയ്തിട്ടുണ്ട്. ലളിതാമ്മയ്ക്ക് കാല് മുട്ട് പ്രശ്നമായിരുന്നു. അപ്പം നടക്കുമ്പോൾ ഒരു സാധനം വരും ഇങ്ങനെ ആ ഒരു സാധനം ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ എന്നെ അങ്ങനെ ഇൻസ്പയർഡ് പിന്നെ ഭയങ്കര രസം, തട്ടിയും മുട്ടിയും തന്നെ ഞാനത് കണ്ട എപ്പിസോഡുകൾ തന്നെ കണ്ടുകൊണ്ടിരിക്കുവായിരുന്നു. നല്ല രസമായിരുന്നു ആ ഒരു എന്താ പറയാ ഒരു സീരീസ്. അതെ അതെ, അത് പിന്നെ അത് അങ്ങനത്തെ ലളിതാമ്മയുടെ വിയോഗത്തിന് ശേഷമാണ് നമ്മൾ അത് വേണ്ടാന്ന് തന്നെ വെച്ചത്. തുടരാൻ ശ്രമിച്ചുവെങ്കിലും അത് നന്നായില്ല. അത് എനിക്കാണെങ്കിലും ഒരു എതിരാളി ഇല്ലാതെ പോയി. അതിനകത്തൊരു കൗണ്ടർ അതില്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പം 3 പതിറ്റാണ്ടായി മലയാള സിനിമാ രംഗത്തിന്റെ സിനിമ തന്ന ഒരു സൗഭാഗ്യം എന്തൊക്കെയാണ് മഞ്ജു ചേച്ചിക്ക്? സിനിമ തന്ന സൗഭാഗ്യങ്ങൾ, എൻ്റെ ലേബൽ എനിക്ക് സിനിമ തന്ന സൗഭാഗ്യമാണ്. മഞ്ജു പിള്ള എന്ന് പറയുന്ന ആ ലേബൽ എനിക്ക് സിനിമ തന്ന സൗഭാഗ്യമാണ്. എൻ്റെ മകൾ എനിക്ക് സിനിമ തന്ന സൗഭാഗ്യമാണ്. സിനിമയിൽ വന്നതിന് ശേഷമാണ് സുജിത്തിനെ കാണുന്നതും കല്യാണം കഴിക്കുന്നതും കുഞ്ഞുണ്ടാവുന്നതും. പിന്നെ ഇപ്പോൾ എനിക്ക് സ്വന്തം കാലിൽ നിൽക്കാനുള്ള ഒരു ശേഷി ഉണ്ടാക്കിയത് സിനിമയാണ്. സിനിമ സൗഭാഗ്യങ്ങളെ തന്നിട്ടുള്ളൂ. പലരും ചോദിച്ചിട്ടുണ്ട്, ചേച്ചിയെ സിനിമ വേണ്ട രീതിയിൽ ഉപയോഗിച്ചില്ല എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു, സിനിമ എന്നെ ഉപയോഗിക്കില്ല, സിനിമ ഞാൻ ഉപയോഗിച്ചിട്ടില്ല എന്ന് വേണം പറയാൻ. കാരണം കുറേ നാൾ മോളുടെ പഠിത്തത്തിന് വേണ്ടി ഞാൻ ഗ്യാപ്പ് ഒരുപാട് നാളെടുത്തു. ഞാൻ വേണ്ടാന്ന് വെച്ചിരുന്നു. വന്ന സിനിമകളൊക്കെ ഞാൻ വേണ്ടാന്ന് വെച്ചിരുന്നു. അപ്പം സിനിമ എന്നെ നോ പറഞ്ഞിട്ടില്ല, ഞാനാണ് സിനിമ നോ എന്ന് പറഞ്ഞത്. അപ്പം അതുകൊണ്ടാണല്ലോ സിനിമ എന്നെ വേണ്ടാന്ന് വെക്കാത്തതുകൊണ്ടാണ് ഞാൻ തിരിച്ചുവരവ് നടത്തിയപ്പോഴും എന്നെ രീതി കൈ നീട്ടി ആൾക്കാർ സ്വീകരിച്ചത്, സിനിമ സ്വീകരിച്ചത്. അതുകൊണ്ട് സിനിമ എന്നെ വേണ്ടെന്ന് വെച്ചിട്ടില്ല. ഇനി നമുക്ക് ഒരു പേരായിട്ട് ഉർവശി ചേച്ചി ഇപ്പൊ പ്രിൻസിൽ അഭിനയിച്ചിട്ട് നല്ല കഥാപാത്രമാണ്. അപ്പോൾ ഉർവശി ചേച്ചിയും ദിലീപേട്ടനും അഭിനയിച്ച ഒരു സിനിമയുണ്ടല്ലോ, നമ്മളെ ലോട്ടറി ടിക്കറ്റ് വീടിന്റെ നാഥൻ. അതുപോലെ എനിക്കൊരു ആഗ്രഹമുണ്ട് നമ്മുടെ ദിലീപേട്ടന്റെയും മഞ്ജു ചേച്ചി ഒരു കോംബോ ആയിട്ട് കാണാൻ. ദിലീപേട്ടാ പാവം, ദിലീപേട്ട ഈ കൊച്ചിന്റെ ആഗ്രഹം ഒന്ന് സാധിച്ചു കൊടുത്തിട്ട് ദിലീപേട്ട പാവ ഈ കുട്ടി എത്ര ആഗ്രഹിക്കണമെന്നുണ്ടോ. അപ്പൊ അതുപോലെ നല്ല രസമായിരിക്കും, ഞാൻ പറഞ്ഞിട്ടുണ്ട്. നല്ല അങ്ങനെ ഒരു തമാശ, മുഴുനീള തമാശയായിട്ടേ ഭയങ്കര. ഉറപ്പായിട്ടും അങ്ങനെ ഒരു സാഹചര്യം ഒത്തുവരികയാണെങ്കിൽ, അങ്ങനെ ഒരു സിനിമ വരികയാണെങ്കിൽ, അങ്ങനെ ഒരു ക്യാരക്ടർ വരികയാണെങ്കിൽ, ദിലീപേട്ടൻ ഒരിക്കലും എൻ്റെ നായിക ഇന്ന ആളാണോ വേണ്ടാന്ന് പറയുന്ന ഒരാളല്ല. ദിലീപേട്ടൻ ഒരുപാട് പുതുമുഖങ്ങൾക്ക് അവസരം കൊടുത്തൊരു ആളാണ്. അപ്പം അതുകൊണ്ട് അങ്ങനെ ഒരു ഇത് വരുവാണെങ്കിൽ തീർച്ചയായിട്ടും ദിലീപേട്ടൻ എസ് പറയുള്ളൂ. അതുകൊണ്ട് അങ്ങനെ വരട്ടെ. ദിലീപേട്ടൻ മലയാള സിനിമയ്ക്ക് നൽകിയ നായികമാരൊക്കെ ഹിറ്റായ ആളാണ്. ഇപ്പം പ്രിൻസ് ആൻഡ് ഫാമിലിയിലെ നായിക സൂപ്പർ ഹിറ്റായിട്ട് നിൽക്കുകയാണ്, റാണിയ. അവിടെ നന്നായി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ലാസ്റ്റ് യുണൈറ്റഡ് കിങ്ഡം ഓഫ് കേരള എന്തുകൊണ്ടാണ് പ്രേക്ഷകർ കാണേണ്ടത്? എന്തൊക്കെയാണ് നിങ്ങളുടെ പ്രതീക്ഷകളെന്ന് ലാസ്റ്റ് പ്രേക്ഷകരോട്? ഞങ്ങൾ പറഞ്ഞ പോലെ യുണൈറ്റഡ് കിങ്ഡം ഓഫ് കേരള എല്ലാവരും, സ്പെഷ്യലി നമ്മുടെ കേരളം മുഴുവൻ സമൂഹമായിട്ടും കുടുംബമായിട്ടും യൂത്ത് എല്ലാവർക്കും റെലവൻ്റായ ഒരു സബ്ജക്റ്റ് ആണ്. നല്ല സിനിമയാണ്. എല്ലാവരും തിയേറ്ററിൽ പോയി May 23 റിലീസാണ്.
അപ്പം അരുൺ വൈഗയുടെ ടീം എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ഒരു നമുക്കെന്നും ഓർത്തിരിക്കാൻ പറ്റുന്ന ഒരു കോണ്ടൻറ്റ് അഡ്രസ്സ് ചെയ്യുന്ന ഒരു സിനിമയാണ്. അതുകൊണ്ട് എല്ലാവരും 23rd മെയ് റിലീസാവുന്ന സിനിമ UK OK എല്ലാവരും കണ്ട് സക്സസ് ആക്കണം. ഇതൊക്കെ തന്നെ പറയാനുള്ളൂ. മോറോവർ ബന്ധങ്ങളുടെ ഒരു നല്ലൊരു ഡെപ്തായിട്ട്, അതായത് അച്ഛൻ മകൻ എന്നുള്ളതിനപ്പുറത്തേക്ക് ഫ്രണ്ട്ഷിപ്പിൻ്റെ, ബാക്കിയുള്ള ലവ്, പ്രണയത്തിൻ്റെ ഒക്കെ ബന്ധങ്ങൾക്ക് വാല്യൂ കൊടുക്കുന്ന ഒരു സിനിമയാണ് ഇത്. തീർച്ചയായിട്ടും ഞങ്ങളുടെ തലമുറയിൽപ്പെട്ടവർക്കും ഇപ്പോഴത്തെ 2K കിഡ്സ് ആട്ടെ, ജെൻസി അല്ലേ, ജെൻസി കുട്ടികൾ, അവർക്കൊക്കെ എനിക്ക് പേര് പറയാൻ പറ്റില്ല, ഞാൻ ആൽഫ ബീറ്റ എന്നൊക്കെ പറയും, ജെൻസി ആയിട്ടുള്ള കുട്ടികൾക്കൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റോറിയാണ്, ഒരു സിനിമയാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും മെയ് 23 തിയേറ്ററിൽ തന്നെ എല്ലാവരും പോയി കാണുക. UK OK. UK നല്ലൊരു വിജയം ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ബൈ.